നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിൽ ജീവിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ കാണുവാൻ, കരുണയോടെ ചേർത്ത് നിർത്തുവാൻ, ദൈവസ്നേഹത്തിൽ നല്ല കരുതലും നല്ല കൂട്ടായ്മയൊക്കെ നൽകുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുകയും അതിന് പ്രാപ്തമായ വചനധ്യാനത്തിലേക്ക് ഇന്ന് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഞായറാഴ്ച ദിവസം നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ധ്യാനിപ്പാനായിട്ട് ഒരുക്കപ്പെടുന്ന സന്ദർഭമാകുന്നല്ലോ. മനുഷ്യമാർഗങ്ങൾ കൊണ്ട് ഭേദപ്പെടുത്തുവാൻ സാധിക്കാത്ത കുഷ്ഠരോഗത്തെ നമ്മുടെ യേശു കർത്താവ് സൗഖ്യമാക്കിയ സംഭവ വിവരണമാണ് മർക്കോസ് വിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ച് കേട്ടത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു സൗഖ്യദായക ശുശ്രൂഷ എന്ന് പറയുന്നത്. സൗഖ്യത്തിനായി വന്നവരെ യേശു കർത്താവ് കരുണയോടെ സൗഖ്യമാക്കി. മനുഷ്യൻ്റെ ദുരവസ്ഥയിൽ മനസ്സലിവ് നൽകുന്ന ആഴമേറിയ ദൈവാനുഭവത്തെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കാണുവാനായിട്ട് സാധിക്കും. സഹായിക്കുന്നവനും രക്ഷിക്കുന്നവനുമായ യേശു ദൈവശക്തിയുള്ളവനാണ്. യേശു കർത്താവ് ഒറ്റപ്പെട്ടവനെയും വെറുക്കപ്പെട്ടവനെയും ചേർത്ത് നിർത്തുവാൻ മനസ്സലിവുള്ളവനാണ് എന്ന് വിശുദ്ധ മർക്കോസ് ശക്തീകരിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യദായകൻ എന്ന ആശയം ആ ഒരു തലങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്താതെ ദൈവസൃഷ്ടിയുടെ വീണ്ടെടുപ്പുകാരനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. ഒരു വിസ്തൃത ലോകത്തെ നമുക്ക് മുമ്പിൽ കുട്ടിയടയ്ക്കപ്പെട്ട ഒരു കാലഘട്ടത്തെ, COVID-19 എന്ന കാലഘട്ടത്തെ നാം മറന്നു കാണുകയില്ല. അടയ്ക്കപ്പെടലിൻ്റെ ഭാവപകർച്ചകൾ നമുക്ക് ആ കാലഘട്ടം മുഴുവൻ സമൂഹം അനുഭവിച്ചതാണ്. ക്വാറന്റൈൻ എന്ന ഒറ്റപ്പെടലിൻ്റെ ഒരനുഭവം സുവിശേഷ വേദഭാഗത്ത് വിവരിച്ചിരിക്കുന്ന കുഷ്ഠരോഗിയും ക്വാറന്റൈൻ്റെ ചൂടും ചൂരും അറിഞ്ഞ ഒരനുഭവത്തിൽ ജീവിച്ചവനാണ് എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 13-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ ഒരു കുഷ്ഠരോഗിയുടെ ജീവിത സംവിധാനം എന്താണ് എന്ന് വിശുദ്ധ വേദപുസ്തകങ്ങൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. പാളയത്തിന് പുറത്ത് അതിരം മൂടിക്കൊണ്ടുള്ള ഒരു ജീവിതം, സഞ്ചരിക്കുമ്പോഴൊക്കെയും താൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയേണ്ടുന്ന ഒരു ജീവിത വ്യവസ്ഥിതിയുടെ മധ്യത്തിലാണ് പഴയ നിയമ കാലഘട്ടങ്ങളിൽ കുഷ്ഠരോഗിയെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയാണ് യേശു കർത്താവ് അരികിൽ നിന്ന് തൊട്ട് സൗഖ്യമാക്കുന്ന അനുഭവത്തെ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. 4 കാര്യങ്ങളാണ് ഈ സൗഖ്യമാക്കലിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായിട്ട്, കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി. അചഞ്ചലമായ ഒരു വിശ്വാസത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാനായിട്ട് തനിക്ക് സാധിക്കുമെന്നുള്ളൊരു ഉറപ്പ് കുഷ്ഠരോഗിക്ക് ഉണ്ടാകുകയാണ്. ഭവനം, ദേവാലയം, സമൂഹം എന്നീ തലങ്ങളിൽ നിന്നൊക്കെ അന്യപ്പെട്ട് അതിൻ്റെതായ അനുഭവങ്ങളിൽ നിന്നൊക്കെ പുറത്തായി ജീവിച്ച ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ അടുക്കൽ തനിക്ക് ചെല്ലുവാൻ സാധിക്കുമെന്നുള്ളൊരു ഉറപ്പ്, ഒരു വിശ്വാസം കുഷ്ഠരോഗിയിൽ ഉണ്ടായി തീരുന്നതായിട്ട് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം തൻ്റെ നിസ്സഹായാവസ്ഥയിൽ സഹായിക്കുവാൻ കഴിയുന്ന ഒരുവനെ ഈ ലോകത്തുള്ളൂ എന്ന് കുഷ്ഠരോഗി ബോധ്യപ്പെടുകയാണ്. അവിടെയാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് യേശു മതിയായവൻ എന്നുള്ളൊരു തിരിച്ചറിവ് രോഗിക്കുണ്ടായി കുഷ്ഠരോഗി കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരസ്യമായിട്ട് യേശുവിന് മുമ്പിൽ കവിണ വീണ് മുട്ടുകുത്തുന്ന ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി മുഴങ്കാലുകളെ മടക്കുവാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് സൗഖ്യം ലഭിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ സൗഖ്യം നമ്മെ ആരാധനയിലേക്കും സാക്ഷ്യത്തിലേക്കും നയിക്കുവാൻ പ്രാപ്തമാക്കി തീർക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, കുഷ്ഠരോഗി പറയുന്നൊരു വേർഡാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ. അതായത് ദൈവത്തിൻ്റെ ഹിതം ആണ് അവിടെ അന്വേഷിക്കുന്നത്, അറിയിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം രോഗിയുടെ അഗാധമായ എളിമയാണ് ഈ വാക്കിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് അവകാശങ്ങളൊന്നുമില്ല, നിന്റെ ഹിതം
മാത്രമാണ് എൻ്റെ ആശ്രയം എന്ന് കുഷ്ഠരോഗി ഇവിടെ വളരെ വ്യക്തമായിട്ട് യേശുവിനോട് പറയുകയാണ്. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ ഹിതം ജീവിതത്തിൻ്റെ ആശ്രയമായിട്ട് നാം കണ്ടെത്തണമെന്ന് ഈ വേദഭാഗം നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് കുഷ്ഠരോഗി പറയുകയാണ്, എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ദൈവത്തിലെങ്കിൽ ട്രസ്റ്റാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിന് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്നല്ല, മറിച്ച് എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്നുള്ള ഉറപ്പോടുകൂടിയാണ് യേശുവിനോട് കുഷ്ഠരോഗി സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി കുഷ്ഠരോഗി പറഞ്ഞത് യേശു ദയാതൽപരനായ ഒരു വൈദ്യനാണെന്ന് കുഷ്ഠരോഗി വിശ്വസിക്കുകയാണ്. യേശു അവനെ കണ്ട് ഒഴിഞ്ഞു മാറുകയോ മാറി കടന്നു പോവുകയോ ചെയ്യുന്നില്ല. എങ്ങനെ തന്നെ സൗഖ്യമാക്കും എന്നുള്ളൊരു ചിന്ത അവനെ ഭരിച്ചിരുന്നു. ആ ചിന്ത ഭരിക്കപ്പെടുമ്പോഴാണ് കർത്താവ് അവൻ്റെ അടുക്കൽ വന്ന് അവനെ തൊട്ട് സൗഖ്യമാക്കി തീർക്കുന്നതായിട്ട് കാണുവാനായിട്ട്. അവിടെ പറയുന്നുണ്ട്, യേശു മനസ്സലിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവൻ ശുദ്ധനായി തീർന്നു എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അശുദ്ധനായവനെ പരമപരിശുദ്ധൻ സ്പർശിച്ചു എന്നുള്ളതാണ് അവിടെ പ്രാധാന്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അശുദ്ധൻ ശുദ്ധിയുള്ളവനായി ആയിരിക്കുന്ന അവസ്ഥയിൽ യേശു അവനെ തൊട്ടു. പ്രത്യേക കരുതൽ ഈ രോഗിക്ക് കർത്താവ് നൽകുകയാണ്. നാലാമതായിട്ട് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്, മാറ്റി നിർത്തുന്നതിനെ മാറോട് ചേർക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് വേദഭാഗം നമുക്ക് പഠിപ്പിക്കുന്നത്. സമൂഹത്തിൽ നിന്നും സഭയിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും ഭവനത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ടവനെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുന്നത് മറക്കാനാവാത്ത വേദന ഉളവാക്കുന്ന ഒരനുഭവമാണ്. അവനെ തിരസ്കരിച്ച സമൂഹത്തിൽ യേശു അവനെ സ്വീകാര്യനാക്കി തീർക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അസ്പർശനെ സ്പർശിക്കുന്നതും അർഹതയില്ലാത്തവനെ സ്നേഹിക്കുന്നതും ക്ഷമിക്കപ്പെടുവാൻ യോഗ്യതയില്ലാത്തവനോട് ക്ഷമിക്കുന്നതും ക്രിസ്തീയത്വത്തിൻ്റെ അന്തസ്സത്തെയാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗി തൻ്റെ സാക്ഷ്യ ജീവിതത്തെ ദൈവരാജ്യ ശുശ്രൂഷയുടെ വാഹകൻ എന്ന നിലയിൽ അടയാളപ്പെടുത്തുകയാണ്. ദൈവം നൽകിയിരിക്കുന്ന ആരോഗ്യമുള്ള ജീവിതം, മനസ്സ്, മറ്റ് വിഭവങ്ങൾ സുവിശേഷ ഘോഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. സൗഖ്യദായകനായിരിക്കുന്ന കുഷ്ഠരോഗി തൻ്റെ സുവിശേഷ ഘോഷണത്തിലേക്ക് കടന്നു ചെല്ലുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത ഇടങ്ങളിൽ നമ്മുടെ ചാരത്ത് നിൽക്കുന്ന ഒരു സ്നേഹിതനാണ് നമ്മുടെ യേശു കർത്താവ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളിൽ ഒറ്റപ്പെട്ടവരുണ്ട്, സാമ്പത്തികമായി തകർന്ന വേദന അനുഭവിക്കുന്നവരുണ്ട്, ദിനംതോറുമുള്ള ജീവിതത്തിൻ്റെ നിസ്സഹായതയിൽ ജീവിതം പ്രയാസപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ജീവിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരെ കാണുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് ക്രിസ്തീയ സാക്ഷ്യത്തിലൂടെ നമുക്ക് സാധ്യമായി തീരേണ്ടത് അനിവാര്യമാണ്. എല്ലാ പക്ഷികളും മഴ പെയ്യുമ്പോൾ മരങ്ങളിൽ ഇലകൾക്കുള്ളിൽ ആശ്രയം കണ്ടെത്തുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ കഴുകൻ മാത്രം മേഘങ്ങൾക്ക് മുകളിലൂടെ പറന്ന് മഴയെ നേരിടുന്നതായിട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. സാഹചര്യങ്ങളിൽ പകച്ചു നിൽക്കുകയല്ല, മറിച്ച് സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായി കഴിയുന്ന യേശു കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്കിടയാകണം. മനുഷ്യൻ്റെ ആവശ്യങ്ങളോടുള്ള പരിഗണനയിൽ നമ്മെ സഹായിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന, നമ്മെ സ്വീകരിക്കുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന, ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിൻ്റെ സാമീപ്യം ദൈവവിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിൽ എന്നെ നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.